ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യലിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാതെ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഇനി അദ്ദേഹത്തിന് പുതിയ നോട്ടീസ് കൊടുക്കും. ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനും SITയുടെ നീക്കം. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേൽക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ IAS ഇന്ന് ചുമതലയേൽക്കുകയാണ്. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതുപോലെ ആറന്മുളയിൽ നിന്ന് AV ജയശങ്കറും ചേരും. ആദ്യം ഷെഫീദിലേക്ക്. ഷെഫീദ്, SITയുടെ പുതിയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഇതുവരെ, അതായത് ഇന്ന് ഈ ദിവസം വരെ നമ്മൾ SITയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും അവരാരും മറുപടി തന്നിട്ടില്ല. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവരുടെ അടുത്ത ലക്ഷ്യം എ പത്മകുമാർ തന്നെയാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ N വാസു വരെ എത്തി നിൽക്കുന്നു അന്വേഷണം. അതിനുശേഷം ഇനി ആര് എന്നുള്ളതിന് SITയുടെ ഉത്തരം അത് എ പത്മകുമാർ തന്നെ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരവുകൾ, അതായത് ഈ സ്വർണ്ണക്കൊള്ള, ഈ സ്വർണം കടത്തിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളെല്ലാം തുടങ്ങിയത് അത് ദേവസ്വം ബോർഡിന്റെ അനുവാദപ്രകാരമാണ്. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനെ ചോദ്യം ചെയ്യണമെന്നുള്ള നിലപാടിൽ SIT ഉറച്ചു നിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു നോട്ടീസ് എ പത്മകുമാറിന് അയച്ചു എന്നാണ് SIT പറയുന്നത്. പക്ഷേ അത് അങ്ങനെ ഒന്നും തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് എ പത്മകുമാറും പറയുന്നു. പക്ഷേ ടെലിഫോണിൽ കൂടി തനിക്ക് അസൗകര്യമുണ്ടെന്ന് എ പത്മകുമാർ SIT അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ആ സമയപരിധി അവസാനിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ വീണ്ടും നോട്ടീസ് നൽകിയേക്കാം. അതല്ല ഏതെങ്കിലും കടുത്ത നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഇന്ന് എ പത്മകുമാറിനെ സംബന്ധിച്ച നിർണായകമാണ്. മാത്രമല്ല, നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള N വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ ഉടൻ തന്നെ അപേക്ഷ നൽകാനും SIT ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ N വാസുവിനെയും അതേപോലെ എ പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയായിരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അടുത്ത നിർണായക നീക്കം. മാത്രവുമല്ല, പലതരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ശാസ്ത്രീയ പരിശോധന, ഈ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കണ്ടെടുത്ത തെളിവുകളും അതേപോലെ നിലവിൽ ശബരിമലയിലുള്ള സ്വർണ്ണപ്പാളിൽ നിന്നുള്ള സാമ്പിൾ കളക്ഷൻ അടക്കമുള്ള ചേർത്ത് വെച്ചുള്ള ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ, അതായത് ഈ സ്വർണ്ണക്കൊള്ള വിവാദം നടക്കുന്നതിനിടയിലാണ് ഈ പ്രതിച്ഛായ മെച്ചപ്പെടുത്തലടക്കമുള്ള ഭാഗമായി ഇന്ന് പുതിയ ഭരണസമിതി ചുമതലയേറ്റെടുക്കുന്ന മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ IMG ഡയറക്ടറുമായിട്ടുള്ള കെ ജയകുമാർ, അതേപോലെ മുൻ മന്ത്രി കെ രാജു എന്നിവർ പുതിയ ദേവസ്വം ഭാരവാഹികളായി ചുമതലയേൽക്കും. മാത്രമല്ല, ഇന്ന് രാവിലെ 11:30 ദേവസ്വം ആസ്ഥാനത്തെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവരുടെ സത്യപ്രതിജ്ഞ അടക്കം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് PS പ്രശാന്ത് അടക്കമുള്ളവരുടെ കാലാവധി അവസാനിച്ചത്. ഈ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ സംബന്ധിച്ച ഇങ്ങനെ ഒരു ഭരണസമിതി കൊണ്ടുവന്ന അവിശ്വാസ്യത വീണ്ടെടുക്കുക അനിവാര്യമാണ്. അതിനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുമ്പോൾ പാരലായി SIT ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രീകരിച്ച അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. താങ്ക് യു ഷെഫീദ് റാവുത്തർ. ഇന്ന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. അതുപോലെ CP നിന്നുള്ള പ്രതിനിധി അഡ്വക്കേറ്റ് കെ രാജുവും ഇന്ന് ചുമതലയേൽക്കും. അദ്ദേഹം മുൻ മന്ത്രി ആണെന്ന് നമുക്കറിയാം. ഒരു മുൻ മന്ത്രി ചീഫ് സെക്രട്ടറി കീഴിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരണമേൽക്കും. ഇനി ആറന്മുളയിൽ നിന്ന് AV ജയശങ്കർ കൂടി ചേരുന്നു. ജയശങ്കർ, യഥാർത്ഥത്തിൽ പത്മകുമാർ ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ SIT തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം കോടതി ഒരു ഡേറ്റ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് SITക്ക്. അതിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്മകുമാറിൻ്റെ അസൗകര്യങ്ങളൊന്നും SIT പരിഗണിക്കുമെന്ന് തോന്നുന്നില്ല. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ മാധ്യമ വാർത്തകൾ ഇങ്ങനെ വരുമ്പോഴും പത്മകുമാർ സൂപ്പർ കൂളാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ബാഡ്മിന്റൺ കോർട്ടിൽ പോവുകയും അവിടെ രാവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ജയകുമാർ സാറിന്റെ നിയമനമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചോദ്യം കൂടി. താങ്കൾക്കെതിരെ ഇതിനിടെ ഒത്തിരി ആരോപണങ്ങൾ വന്നു. താങ്കളുടെ സ്വത്തുവകകൾ സംബന്ധിച്ച് നേരത്തെ കൊടുത്ത അഫിഡവിറ്റിലെ സ്വത്തുവകകളല്ല, കോടിക്കണക്കിന് സ്വത്ത് സമ്പാദ്യം നടത്തുന്നു, വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട്. അത്തരം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എന്താണ് മറുപടി? ഒപ്പം ഇനി ഭാവി പരിപാടി എന്താണ്? ഞാൻ പറയുന്നത്, ഈ പ്രതിപക്ഷ ആരോപണമൊക്കെ ഞാൻ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ, ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി വിജിലൻസ് അന്വേഷണമൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു, എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു കാര്യം വ്യക്തമായി പറയുന്നു. എൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഈ കേരളത്തിലോ മറ്റ് പ്രദേശങ്ങളിലോ എൻ്റെ പേരിലൊരു സെന്റ് ഭൂമിയില്ല. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ പരസ്യമാണ്. ഞാൻ അഫിഡവിറ്റ് 2021 ഞാൻ മത്സരിക്കുമ്പോൾ കൊടുത്തതിൽ ഒരു തെറ്റും ഒരു അപ്ഡേഷനും അതിനുശേഷം വരുത്തേണ്ടതും സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് 3 ലക്ഷത്തിൽ താഴെയാണ്. അത് ഏറ്റവും കൂടുതൽ എന്നെക്കുറിച്ച് ആക്ഷേപം പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിനെ ഞാൻ വീണ്ടും ചോദിക്കുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ ആസ്തി എന്താണ്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആസ്തി എന്താണ്? നിങ്ങൾ പരിശോധിക്കൂ. അപ്പോൾ അങ്ങനെ വരട്ടെ. ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആസ്തി പുറത്തുവിടൂ. എൻ്റെ ആസ്തി ഞാൻ പരസ്യമായിട്ട് പുറത്തുവിടാൻ തയ്യാറാണ്, ഒരു സമ്പാദത്തിനും തയ്യാറാണ്. അപ്പൊ ജനം വിലയിരുത്തട്ടെ, ഞാനാണോ കോടീശ്വരൻ,
പ്രതിപക്ഷ നേതാവാണോ കോടീശ്വരൻ? അദ്ദേഹം പിന്നെ പറവൂർ മത്സരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ആസ്തി, ഇപ്പോൾ എന്താ ആസ്തി ഒന്ന് നോക്കട്ടെ, ഒന്ന് വിലയിരുത്തട്ടെ. അപ്പൊ അത് ജനം വിലയിരുത്തട്ടെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണല്ലോ, അത് വളരെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പാർട്ടിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി പാർട്ടി എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിലേക്ക് ഞാൻ പോകും. അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം ഇതുപോലുള്ള പദവികളിൽ ഇരിക്കുക മാത്രമല്ലല്ലോ, പാർട്ടി പ്രവർത്തനം ഉണ്ടല്ലോ. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. PS പ്രശാന്ത് പടിയിറങ്ങുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ക്യാമറാൻ ജിഷ്ണുവിനൊപ്പം മനീഷ് മഹിവാൽ, 24 തിരുവനന്തപുരം. EV ജയശങ്കർ വീണ്ടും നമുക്കിപ്പോൾ ആറുമുളയത് ശരിയാണ്. ജയശങ്കർ, വിശദാംശങ്ങൾ പറഞ്ഞോളൂ. SKN ഇത്തരം വിവാദങ്ങളും വാർത്തകളും ഒക്കെ വരുമ്പോഴും പത്മകുമാർ സൂപ്പർ കൂളാണ്. ഇന്ന് രാവിലെ അദ്ദേഹം ബാഡ്മിൻ്റൺ കോർട്ടിൽ പോവുകയും അവിടെ രാവിലെ ഗെയിം കളിക്കുകയും ചെയ്തു. അതിനുശേഷം മടങ്ങി വന്ന പത്മകുമാർ ഇപ്പോഴും വീട്ടിൽ തുടരുകയാണ്. നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹം ഇന്ന് SITയുടെ മുന്നിൽ ഹാജരാകില്ല, തിരുവനന്തപുരത്തേക്ക് പോകുകയുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഒരു തരത്തിലുള്ള നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും പിന്നെ എന്തിനാണ് ഹാജരാകേണ്ട ആവശ്യമെന്നാണ് ഈ വിഷയങ്ങൾ നൽകുന്ന മറുപടി. ഈ SIT സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മൊഴികൾ ഉൾപ്പെടെ ശേഖരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം തന്നെ ശേഖരിച്ച് അതിൻ്റെ രേഖകൾ ക്രോഡീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഈ മണിക്കൂറിൽ ഏറ്റവും കാര്യമായി നിൽക്കുന്ന ചോദ്യം പത്മകുമാർ SITക്ക് മുന്നിൽ ഹാജരാകുമോ അതോ SIT സംഘം പത്മകുമാറിനെ വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ളതാണ്. ആകാംക്ഷ ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് നേരത്തെ തന്നെ പത്മകുമാറിന് 2 ദിവസം മുമ്പ് ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സാവകാശം തേടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് SITയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഈ SIT സംഘം ഇതുവരെ ഉദ്യോഗസ്ഥരെയാണ് കസ്റ്റഡിയിൽ ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ പത്മകുമാറിൻ്റെ കേസിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരു മുൻ MLA ആണ്, ജില്ലയിലെ പത്തനംതിട്ടയിലെ CPMൻ്റെ ഒരു മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ, തെളിവ് ശേഖരണം ഉൾപ്പെടെ SIT പൂർത്തിയാക്കും. ഈ വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് SIT പരമാവധി തെളിവുകൾ ഈ കസ്റ്റഡിയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ മൊഴികൾ അദ്ദേഹത്തിനെതിരെ ശേഖരിച്ചിരുന്നു. അങ്ങനെ തെളിവ് ശേഖരണം പൂർത്തിയാക്കിയിരുന്നു. സമാനമായ രീതിയിൽ പത്മകുമാറിൻ്റെ കാര്യത്തിലും SIT പേപ്പർ വർക്ക് പൂർത്തിയാക്കുകയാണ്. അതിനുവേണ്ടിയാണ് SIT അല്പം കാത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പത്മകുമാർ ഹാജരാകുമോ ഇല്ലയോ ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭ്യമായിട്ടില്ല. അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് SKN പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.